ആധുനിക ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സങ്കീർണമായ ഒരു വിവര യുദ്ധത്തിനാണ് പശ്ചിമേഷ്യ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. തൂക്കുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള പോരാട്ടത്തിനപ്പുറം ഒരു രാഷ്ട്രത്തലവന്റെ സാന്നിധ്യത്തെയും അസാന്നിധ്യത്തെയും ചൊല്ലിയുള്ള തർക്കങ്ങൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെ പ്രകമ്പനം കൊള്ളിക്കുകയാണ്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കാണാനില്ലെന്ന ഇറാൻ അനുകൂലികളുടെ വാദവും അതിനെ പ്രതിരോധിക്കാൻ ഇസ്രയേൽ നടത്തുന്ന നീക്കങ്ങളും ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി കഴിഞ്ഞ ദിവസം നടത്തിയ ചില നീക്കങ്ങളാണ് ഈ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. ഇറാന്റെ തെരുവുകളിൽ യാതൊരുവിധ കടുപ്പമേറിയ സുരക്ഷാ സന്നാഹങ്ങളും ഇല്ലാതെ അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുകയും മാധ്യമപ്രവർത്തകരുമായി നേരിട്ട് സംവാദിക്കുകയും ചെയ്തു. ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ഇറാൻ അനുകൂല പ്രൊഫൈലുകൾ ഒരു ചോദ്യം ഉയർത്തി. ഞങ്ങളുടെ നേതാക്കൾ ഇതാ ജനങ്ങൾക്കിടയിലുണ്ട്, എവിടെയാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി നെതന്യാഹു? യുദ്ധസമാനമായ സാഹചര്യങ്ങളിൽ നേതാക്കൾ ജനങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെടുന്നത് അണികൾക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. എന്നാൽ നെതന്യാഹുവിനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പൊതുവേദികളിൽ കാണാത്തത് ഇസ്രയേലിന്റെ ശത്രുക്കൾക്ക് വലിയൊരു ആയുധമായി മാറി. ഒന്നുകിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ ബങ്കറിനുള്ളിൽ ഭയന്ന് വിറച്ച് ഒളിച്ചിരിക്കുകയാണെന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ കാട്ടുതീ പോലെ പടർന്നു. നെതന്യാഹുവിന്റെ നീക്കങ്ങളെക്കുറിച്ച് ലഭ്യമായ വിവരങ്ങൾ പരിശോധിച്ചാൽ ചില കാര്യങ്ങൾ വ്യക്തമാകും. അഷ്ദോദ് തുറമുഖത്ത് നെതന്യാഹു സന്ദർശനം നടത്തിയതായി റിപ്പോർട്ടുകൾ വന്നു. കടൽ തീരത്ത് ഉദ്യോഗസ്ഥരോടൊപ്പം നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഇസ്രയേൽ പുറത്തുവിട്ടു. ജെറുസലേമിലെ ചില പ്രാദേശിക നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നു. വളരെ ചെറിയൊരു മുറിയിൽ 10-15 ആളുകൾക്കൊപ്പം അടുത്തടുത്തിരുന്ന് അദ്ദേഹം സംസാരിക്കുന്നത് വീഡിയോയിൽ കാണാം. സാധാരണഗതിയിൽ ഇസ്രയേൽ പ്രധാനമന്ത്രിയെ പോലൊരു വ്യക്തി ഇത്രയും ചെറിയ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള മുറിയിൽ ഇരിക്കുന്നത് പലരിലും സംശയമുണ്ടാക്കി. മാർച്ച് 10 തന്നെ ജെറുസലേമിലെ ബെയ്റ്റ് അഖിയോണിലുള്ള നെതന്യാഹുവിന്റെ ഔദ്യോഗിക വസതിക്ക് നേരെ ഡ്രോൺ അല്ലെങ്കിൽ മിസൈൽ ആക്രമണം നടന്നുവെന്ന് ഇറാനിയൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഈ ആക്രമണത്തിൽ നെതന്യാഹു കൊല്ലപ്പെട്ടുവെന്നോ അല്ലെങ്കിൽ അതീവ ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിലാണെന്നുള്ള വാർത്തകൾ ഇവർ പുറത്തുവിട്ടു. ഈ വാർത്തയ്ക്ക് ഇസ്രയേൽ ഔദ്യോഗികമായി സ്ഥിരീകരണം നൽകിയില്ലെങ്കിലും അന്ന് തൊട്ട് നെതന്യാഹുവിനെ നേരിട്ട് ആരും കണ്ടിട്ടില്ല എന്നത് വസ്തുതയാണ്. മാർച്ച് 13 നെതന്യാഹുവിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വീഡിയോ വലിയൊരു സാങ്കേതിക വിവാദത്തിനും തുടക്കമിട്ടു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകുന്ന ഒരു വാർത്താ സമ്മേളനമായിരുന്നു അത്. എന്നാൽ വീഡിയോ സൂക്ഷ്മമായി പരിശോധിച്ച സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ വിചിത്രമായ ഒരു കാര്യം കണ്ടെത്തി. നെതന്യാഹു സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൈകളിൽ 6 വിരലുകൾ വീതമുണ്ടെന്ന്. ഈ കണ്ടെത്തൽ വലിയൊരു സൈബർ യുദ്ധത്തിനാണ് വഴി തുറന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വ്യാജ വീഡിയോകളിൽ കൈവിരലുകളുടെ എണ്ണം കൃത്യമായി വരാറില്ല എന്നത് ഒരു സാങ്കേതിക സത്യമാണ്. ഇതിനെ AI ആർട്ടിഫാക്ട്സ് എന്ന് വിളിക്കുന്നു. നെതന്യാഹു നേരിട്ട് പ്രത്യക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നും ലോകത്തെ വിശ്വസിപ്പിക്കാൻ ഇസ്രയേൽ AI ഉപയോഗിച്ച് വീഡിയോ നിർമ്മിച്ചതാണെന്നും ഇറാൻ അനുകൂലികൾ വാദിച്ചു. ഈ ആരോപണങ്ങളെ ഇസ്രയേൽ തള്ളിക്കളഞ്ഞു. വീഡിയോ ചിത്രീകരിക്കുമ്പോൾ ഉപയോഗിച്ച ക്യാമറയുടെ ഫ്രെയിം റേറ്റിലോ അല്ലെങ്കിൽ ഡിജിറ്റൽ കംപ്രഷനിലോ ഉണ്ടായ സാങ്കേതിക തകരാറാണ് വിരലുകളുടെ എണ്ണം കൂടുതലായി തോന്നാൻ കാരണമെന്ന് അവർ വിശദീകരിച്ചു. എങ്കിലും ഒരു ആധുനിക രാഷ്ട്രത്തിന്റെ തലവൻ ഔദ്യോഗിക വീഡിയോയിൽ ഇത്തരം ഒരു പിഴവ് വന്നത് ആശ്ചര്യകരമാണ്. അൽ ജസീറ പോലുള്ള പ്രമുഖ മാധ്യമങ്ങൾ നെതന്യാഹുവിന്റെ ഈ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്തു. എങ്കിലും സോഷ്യൽ മീഡിയയിൽ പുകയുന്ന 6ാം വിരൽ വിവാദത്തിലേക്ക് അവർ കടന്നു ചെന്നില്ല. നെതന്യാഹുവിന്റെ പ്രസ്താവനകൾക്കും അദ്ദേഹം നൽകിയ ഉത്തരങ്ങൾക്കുമാണ് അവർ പ്രാധാന്യം നൽകിയത്. എന്നാൽ 10-ാം തീയതിക്ക് ശേഷം അദ്ദേഹം പൊതുവേദിയിൽ നേരിട്ട് വരാത്തതിനെക്കുറിച്ച് പല മാധ്യമങ്ങളും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്യാറാണുള്ളത്. ഇവിടെ വീഡിയോ സന്ദേശങ്ങൾ മാത്രമാണ് വരുന്നതെന്നതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. നെതന്യാഹുവിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ഇത്രത്തോളം ശക്തമാക്കാൻ ചില പ്രധാന കാരണങ്ങളുമുണ്ട്. ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും ഭാഗത്തു നിന്നുള്ള നേരിട്ടുള്ള ആക്രമണ ഭീഷണി നിലനിൽക്കുന്നതിനാൽ നെതന്യാഹു അതീവ സുരക്ഷയുള്ള ബങ്കറുകളിലേക്ക് മാറിയിരിക്കാൻ സാധ്യതയുണ്ട്. ഇതിനെയാണ് ശത്രുക്കൾ ഒളിച്ചോടൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനങ്ങളിൽ അദ്ദേഹം ക്ഷീണിതനായി കാണപ്പെടുന്നുവെന്ന നിരീക്ഷണങ്ങളും നിലവിലുണ്ട്. മുൻപ് അദ്ദേഹത്തിനുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളുമായി ഇതിനെ ചിലർ ബന്ധിപ്പിക്കുന്നു. ഇസ്രയേലിനെ മാനസികമായി തളർത്താൻ ഇറാൻ നടത്തുന്ന ബോധപൂർവമായ പ്രചരണമാകാം ഇത്. ഒരു നേതാവിനെ കുറിച്ച് അനിശ്ചിതത്വം സൃഷ്ടിക്കുന്ന ആ രാജ്യത്തിന്റെ ജനങ്ങളിൽ ഭീതി പടർത്താൻ സഹായിക്കും. നമ്മൾ ജീവിക്കുന്നത് പോസ്റ്റ് ട്രൂത്ത് കാലത്താണ്. ഓരോ സെക്കൻഡിലും ആയിരക്കണക്കിന് വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന പ്രചാരണം പോലെ തന്നെ വിശ്വസിക്കാൻ പ്രയാസമുള്ളതാണ് 6ാം വിരൽ സാങ്കേതിക തകരാറെന്ന വിശദീകരണവും. എങ്കിലും ഔദ്യോഗിക സ്ഥിതിവിവരങ്ങൾ വരുന്നതുവരെ നമുക്ക് വസ്തുതകളെ തരംതിരിക്കാൻ കഴിയില്ല. ഈ വീഡിയോകൾ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ മാത്രമേ അവ ഒറിജിനൽ ആണോ എന്ന് പറയാൻ കഴിയൂ. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കൂടുതൽ കാലം അദൃശ്യനായി തുടരുന്നത് ജനാധിപത്യപരമായ പ്രതിസന്ധികൾക്കും കാരണമാകും. അതിനാൽ ഉടൻ തന്നെ അദ്ദേഹം പൊതുവേദിയിൽ നേരിട്ട് പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. നെതന്യാഹുവിനെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതകൾ അവസാനിച്ചിട്ടില്ല. ഇറാൻ അനുകൂലികൾ അവരുടെ ഡിജിറ്റൽ പ്രചാരണങ്ങൾ തുടരുമ്പോൾ സാങ്കേതികമായ വിശദീകരണങ്ങൾ നൽകി അതിനെ പ്രതിരോധിക്കാനാണ് ഇസ്രയേലിന്റെ ശ്രമം. ഒരു രാഷ്ട്ര തലവന്റെ സാന്നിധ്യം ഡിജിറ്റൽ ലോകത്ത് എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവം. വരും ദിവസങ്ങളിൽ ഇസ്രയേൽ സർക്കാർ പുറത്തുവിടുന്ന വിവരങ്ങൾക്കായി ലോകം കാത്തിരിക്കുകയാണ്. നെതന്യാഹു എവിടെയെന്ന ചോദ്യത്തിനുള്ള ഉത്തരം പശ്ചിമേഷ്യയിലെ യുദ്ധഗതിയെ പോലും സ്വാധീനിച്ചേക്കാം.